മുത്തേ നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ളത്. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എൻ്റെ തൊപ്പിക്ക് അങ്ങനെ ഇപ്പോൾ 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതെന്താ സംഭവം നോക്കണമെങ്കിൽ ഇപ്പൊ തൊപ്പി നമ്മുടെ കംബാക്ക് ഒക്കെ അടിച്ചിട്ട് തൊപ്പി നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. തൊപ്പിയുടെ ലൈവുകൾ മുന്നത്തേനേക്കാളും റീച്ചാണ് പുള്ളിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരന്റെ ലൈവ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഇപ്പൊ യൂട്യൂബിനകത്താണ് ചെയ്യുന്നത്. കുറെ നാളായിട്ട് പുള്ളി മറ്റേ കിക്കും അതേപോലത്തെ പ്ലാറ്റ്ഫോമിനകത്തൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പൊ തൊപ്പിയുടെ പല വീഡിയോകളും ഈ ഒരു ടൈമിനകത്ത് വൈറലായിട്ടുണ്ടായി. ലൈവിനകത്ത് പല പോർഷൻസ് ഈ ടൈമിനകത്ത് വൈറലായിട്ടുണ്ടായി. അപ്പൊ അതിനകത്ത് ഒരു സംഭവം ഓർന്ന് പുള്ളി പറയുന്നത്, അതായത് ഞാൻ എന്റെ പൈസ എല്ലാം എടുത്തിട്ട് ഒരു കോയിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ പറ്റാണെങ്കിൽ ഇവിടെ കൊടുക്കട്ടെ. അപ്പൊ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ വല്ല കോപ്പിറൈറ്റിന്റെ സീൻ കാരണമായിരിക്കും ഞാൻ കൊടുക്കാത്തത്. അപ്പൊ എന്തായാലും ആ ഒരു കോയിനകത്ത് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളി ആദ്യം ഒരു വീഡിയോ ഇട്ടു. ആ ഒരു കോയിൻ എന്തായാലും പൊക്കത്തേക്ക് പോകുന്നൊക്കെയാണ് പുള്ളി ആ ഒരു വീഡിയോനകത്ത് പറയുന്നത്. തൊപ്പി വീഡിയോ അല്ല, മെയിനായിട്ട് ലൈവിന്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരൻ ഈ ഒരു സാധനം പറയുന്നത്. അതിന്റെ ഒരു പോർഷൻ എടുത്ത് വൈറലായെന്നുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞ പുള്ളി ഇത് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അതായത് ഇതിനകത്ത് വരുന്ന സ്കാമുകളും അതായത് ഈ കോയിൻ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോനകത്തും പുള്ളി പറയുന്നുണ്ട് ഇതിനെ ഒന്ന് 100% വിശ്വസിക്കരുത്. കാര്യം ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. ക്രിപ്റ്റോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് എപ്പോൾ വേണമെങ്കിലും കൂടെ എപ്പോൾ വേണമെങ്കിലും കുറയാം. അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ ആൾക്കാർ വേണമെങ്കിൽ നമ്മളെ കൊണ്ട് വല്ല കുഴിയിലും ചാടിക്കാം. അപ്പൊ അതേപോലെ തൊപ്പിക്ക് കിട്ടിയ ഒരു പണിയാണ്. കാര്യം തൊപ്പി 100% കോൺഫിഡന്റ് ആയിട്ടാണ് തൊപ്പി അതിനകത്തോണ്ട് കാശിട്ടത്. പക്ഷേ ഈ തൊപ്പിക്ക് കിട്ടിയ ഒരു പണിയുണ്ട്. കാര്യം തൊപ്പിയുടെ കാശ് ഫുള്ള് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അതിന് മുന്നേ തൊപ്പി ഫസ്റ്റ് ഒരു സ്റ്റോറിയാണ് ഇട്ടത്. അപ്പൊ ആ സ്റ്റോറി ഒന്ന് കണ്ടു. മുത്തേ നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ളത്. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എൻ്റെ ക്രിപ്റ്റോ സ്കാമായി. ഇത് ആരെങ്കിലും നല്ല നോളജ് ഉള്ള നല്ല ക്രിപ്റ്റോ എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അറിവില്ല ആരെങ്കിലും നല്ല ബേസിക് നോളേജ് ഉള്ള ആരും വേണ്ട. ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് സൊല്യൂഷൻ ഇല്ല. ഈ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രിപ്റ്റോ നോളേജ് നല്ലോണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഇത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ല ഒരു കോയിനിൽ ഞാൻ ക്രിപ്റ്റോയിൽ ഞാൻ എൻ്റെ മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് നല്ലൊരു പണി കിട്ടി, സ്കാം ആയിരുന്നു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേ മതിയാവും, വേറെ വഴിയൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ, പിന്നെ ക്രിപ്റ്റോയിലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുക. മൊത്തം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങാണ്ടിരിക്കുക. ഓക്കെ, ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക. ഈ ക്രിപ്റ്റോ അതേപോലെ ബിറ്റ് കോയിൻ അതേപോലത്തെ സംഭവങ്ങളെയൊക്കെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം അത് പഠിക്കാനായിട്ട് പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാര്യം അതിന്റെ പല ടേംസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇതിനകത്ത് കാശിട്ടാൽ കാശ് കിട്ടും എന്നുള്ള ആ ഒരു സാധനത്തിനോടായിരിക്കും എല്ലാവർക്കും ആക്രാന്തവും. അതേപോലെ അതിനോടായിരിക്കും എല്ലാവർക്കും ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാര്യം ഇതിനകത്ത് ചെറിയ കാശ് ഇടുമ്പോഴത്തേക്ക് എല്ലാവരും കോടികൾ വരുന്നു അങ്ങനെയൊക്കെ കണ്ടിട്ടായിരിക്കും ഭൂരിഭാഗം പേര് ഈ ഒരു സംഭവത്തിനകത്തോണ്ട് കാശ് ഇടണം. തൊപ്പിയും അതൊക്കെ കണ്ടിട്ട് തന്നെ ഇതിനകത്തോണ്ട് കാശ് ഇട്ടത്. കാര്യം നമ്മുടെ കയ്യിൽ കാശ് വെറുതെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല. അതൊന്ന് ഗ്രോ ആവണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ചിലവന്മാര് കൊണ്ടുപോയിട്ട് ഈ ക്രിപ്റ്റോനൊക്കെ ആയിരിക്കും കൊണ്ടുപോയി ഇടണം. ശരിക്കും ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞാൽ അത് അൺപ്രഡിക്റ്റബിൾ ആണ് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ സേഫ്റ്റി ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു സംഭവം. കാര്യം എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ വാല്യൂ കൂടെ എപ്പോൾ വേണമെങ്കിലും കുറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് നമുക്ക് കൊണ്ടുപോയി അങ്ങനെ 100% വിശ്വസിച്ചിട്ടൊന്നും എവിടെ ഇടാൻ പറ്റില്ല. തൊപ്പിക്ക് ഇപ്പൊ അതാണ് പണി കിട്ടിയത്. തൊപ്പിയെ പഠിക്കാണ്ട് തൊപ്പിയുടെ അതിലെ കാശ് മുഴുവൻ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ക്രിപ്റ്റോനകത്ത് ഇട്ട് ക്രിപ്റ്റോ ലാസ്റ്റ് ഇപ്പൊ പൂട്ടി കെട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പൂട്ടി കെട്ടിയെന്ന് പുള്ളി ഈ ഒരു വീഡിയോനകത്ത് പറയുന്നുണ്ട്. എന്നാ പുള്ളി തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അത് ഹോൾഡ് ആയിട്ടിരിക്കണേ എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തൊപ്പിയുടെ ലൈവിന്റെ ബാക്കിയൊന്ന് കണ്ടുനോക്കാം. ഗൈസ്, ഇന്ന് ലൈവില്ല. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഇതൊരു അവയർനെസ് ലൈവായിട്ട് കരുതിയാൽ മതി. ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക, നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ഫുള്ളായിട്ട് ഇരുന്ന് പറ്റുമെങ്കിൽ ഒരു കൊല്ലം അതിലിരുന്നോ. ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ മൊത്തത്തിൽ മൂഞ്ചിയതാ എല്ലാത്തിൻ്റെയും. ആരെല്ലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നണം. എനക്ക് തോന്നുന്നു കണ്ണുകടിയാണിത്. കണ്ണുകടിയും ഇതുവല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല. എനക്കറിയാം, എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ ആർക്കും കാണുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് കഴിഞ്ഞ് ഇനി അടുത്ത ഇത് കഴിഞ്ഞ് ഇനി അടുത്തവും പേരായിരിക്കും. എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. അവിടെ ഇന്ന് ലൈവ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലേ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി വന്നേന്ന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്തതാണെടാ. അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട്
ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത്. 2 ആഴ്ച എത്രയാണിത്? മിനിമം 1 മാസം പോലും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അതാണ് പറ്റിയത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ മൊത്തമായിട്ട് നോക്കുക, മൊത്തമായിട്ട് ഇതിനെക്കുറിച്ച് ഫുള്ള് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ എടാ കേരളത്തിലുള്ളതിൽ ബെസ്റ്റ് ക്രിപ്റ്റോ എക്സ്പേർട്ട് ആരാ? എടാ ആരിലുള്ള എക്സ്പേർട്ട് ആരിലുള്ള കുറച്ച് ആൾക്കാരോട് സംസാരിക്കാൻ തോന്നുന്നത്, എന്നാലേ ഇത് നടക്കും. എനിക്ക് പോയതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഞാൻ രാവിലെ മുതൽ മറ്റേ കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എനിക്ക് പോയതിൻ്റെ പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി, എന്തെങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് തൊപ്പിയുടെ അവസ്ഥ. അതായത് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ തൊപ്പിയുടെ ഇതിന് മുന്നേ തൊപ്പിയുടെ മറ്റേ റവന്യൂ പറഞ്ഞിട്ട് തൊപ്പി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അതും അത്യാവശ്യം കത്തിക്കേറി എല്ലാ വാർത്തക്കാരും, ഓൾമോസ്റ്റ് എല്ലാ വാർത്തക്കാരും അതിനെപ്പറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അതായത് തൊപ്പിക്ക് ഇത്രയും രൂപ കിട്ടുന്നുണ്ടോ, തൊപ്പി എല്ലാവരും കളിയാക്കിയ തൊപ്പിക്ക് ഇത്രയും രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും തൊപ്പി ഭയങ്കര വലിയ ആളായി. അതുവരെ എല്ലാവരും തൊപ്പിനെ ഇട്ട് ഊക്കിക്കൊണ്ടിരുന്നേച്ച് ഇത്രയും കാശ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ സ്ട്രീമിംഗ് ഒക്കെ എന്തോ ഭയങ്കര മഹത്വമായിട്ടുള്ള കാര്യമാണ്. അതുവരെ എല്ലാവരും തൊപ്പിനായിട്ട് ആട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തൊപ്പി ദൈവതുല്യരായിട്ട് എല്ലാവരും ഇപ്പൊ നോക്കി കാണുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് തൊപ്പിയുടെ ഫണ്ട് എടുത്ത് ഇതിനകത്ത് ഇട്ടു എന്നുള്ള രീതിക്കാണ് തൊപ്പി പറയുന്നത്. അപ്പൊ ഇപ്പൊ തൊപ്പിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിനകത്താണ് തൊപ്പി ഇരിക്കുന്നത്. ബാക്കിയുണ്ടോ സ്ക്രിപ്റ്റ് ചെയ്യാം മൂന്ന്. എൻ്റെ ഉമ്മ സത്യം ഞാൻ പറയാലോ, ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റും അത്രയും. ഓക്കെ, എന്നാലും എൻ്റെ ഒരു എഫേർട്ട് ഇല്ലടാ അതിൽ, എൻ്റെ എഫേർട്ട് ഇല്ലടാ. നിങ്ങൾക്ക് ഇതെല്ലാം എന്താടാ തമാശ? ഇന്നെന്തായാലും ലൈവില്ല, ഞാൻ കുറച്ച് ദിവസത്തേക്ക് മിക്കവാറും ലൈവ് ഉണ്ടല്ലോ, എനിക്കറിയില്ല. ഇതെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. ഫേക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആളോട് എടാ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കാണണ്ട, നിങ്ങൾ വിട്ടോ, അതാണ് നല്ലത്. എത്ര പോയി എടാ ഡിജിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. മിക്കവാറും ഞാൻ നാളെ പോയിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. ഇത് കേസ് കൊടുക്കണമെങ്കിൽ ഇത് കുടുങ്ങി കിടക്കാമെന്നോ എനിക്ക് തിരിച്ചു കിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. എനിക്ക് അഡ്വൈസ് വേണം, എനിക്ക് കുറച്ച് ആൾക്കാരോട് സംസാരിക്കേണ്ടത്. ഇത് എനിക്കൊരു ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, എനിക്ക് പോയി കേസ് കൊടുക്കാം. അല്ലെങ്കിൽ അടുത്ത പൈസ ഉണ്ടാക്കാനുള്ള മോട്ടിവേഷനെങ്കിൽ ഇതാക്കി. ഇതെനിക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല. എൻ്റെ കോയിനവിടെ കുടുങ്ങി കിടക്കുകയാണ്. അതാണ് അവസ്ഥ. ഇതിനാണ് എല്ലാം പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ. നമ്മുടെ കാര്യമോടെ പഠിച്ചിട്ട് അത് ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ റിസ്ക് എടുക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കുറേ ഗ്യാമ്പിളെല്ലാം ചെയ്ത് നടന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരം എനിക്ക് പറ്റുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഈ ഗ്യാമ്പിളെല്ലാം ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് റിസ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കേണ്ട ഇതില്ല. അങ്ങനെയൊന്നും എനിക്ക് ഈ മൈൻഡ് കിട്ടിയത്. ഇങ്ങനത്തെ മണ്ടത്തരത്തിലേക്ക് ഞാൻ വീണോയെന്ന് ഇങ്ങനെയാണ്. തൊപ്പിയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊപ്പി ഇപ്പൊ ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞ ബെറ്റിങ്ങും അതേപോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യാൻ പറയുന്ന. അപ്പൊ അതിപ്പോ മിക്കവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ ബെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അത് പിന്നെ കാശിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. പക്ഷെ ഈ തൊപ്പി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പി അത് റിയൽ ലൈഫിൽ ചെയ്യും. ഇപ്പൊ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അവർ റിയൽ ലൈഫിൽ ചെയ്യില്ല. അവർ ജസ്റ്റ് ആ ഒരു വീഡിയോന് വേണ്ടി ഒന്ന് ചെയ്ത് കാണിക്കും, എന്നിട്ട് അവരവരുടെ പാട് നോക്കി പോകും. അല്ലാണ്ട് അവരൊന്നും അവരെ കാശ് ഇട്ടിട്ട് കാശ് കളയുന്ന പരിപാടിയൊന്നും അവർക്കില്ല. പക്ഷെ ഈ തൊപ്പി അങ്ങനെയല്ല. തൊപ്പി ഇത്രയും കൂടെ ആ കാര്യങ്ങളിലകത്തൊക്കെ ജെന്യൂനാണ്. കാര്യം തൊപ്പി ഉപയോഗിച്ച് നോക്കി തൊപ്പിക്ക് കാശ് കിട്ടിയാൽ മാത്രമേ തൊപ്പി വന്നിട്ട് പറയുള്ളൂ. കിട്ടിയില്ലെങ്കിൽ തൊപ്പി കിട്ടിയില്ല എന്ന് തന്നെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സാധനമൊക്കെയാണ് ഇവിടെ തൊപ്പിക്ക് പണി കിട്ടിയേക്കുന്നത്. കാര്യം അതുകൊണ്ട് തൊപ്പി എന്ത് ചെയ്ത് ഈ ക്രിപ്റ്റോനകത്തൊക്കെ 100% വിശ്വസിച്ചിട്ട് കാശിട്ട് അപ്പൊ തൊപ്പിക്ക് പണി കിട്ടി. പിന്നെ ഈ തൊപ്പിയുടെ ഓഡിയൻസിനെ തൊപ്പി തന്നെയാണ് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കണത്. അതായത് എന്തെങ്കിലും എത്ര വലിയ വിഷയം നടന്നാലും അതിന് ഇങ്ങനെ കോമഡി ആയിട്ട് ഡീൽ ചെയ്യണമെന്നുള്ള രീതിക്ക് തൊപ്പി തന്നെയാണ് തൊപ്പിന്റെ ഓഡിയൻസിനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ആ ഒരു ഓഡിയൻസിനോട് തൊപ്പി വന്നിട്ട് ഈ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അവരിങ്ങനെ സ്ക്രിപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. കാര്യം തൊപ്പി തന്നെയാണ് തൊപ്പിയുടെ വീഡിയോനകത്ത് പല വീഡിയോകളും തൊപ്പി സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും തൊപ്പിയുടെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ബാക്കിയുണ്ട് ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലൈവ് ഉണ്ടാവില്ല. ഇത് ഫിക്സ് ചെയ്യുന്നവരെ എനിക്ക് ലൈവ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ വീണ് പോകാൻ കാത്തിക്കുന്ന ആൾക്കാരാണ്. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ആഘോഷിക്കാനുള്ള വകയാണ് ഇതെന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ഇതെൻ്റെ രോമത്തിൽ പോലും നല്ല ഓക്കെ, ഇതെനിക്ക് നഷ്ടം തന്നെ. പക്ഷെ ഇതും കൊണ്ട് അവിടെ സൈഡായിട്ട് കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ മോനെ, എനിക്ക് പോയ പൈസ എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ ഉള്ള ഇതല്ല. പിന്നെന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ പൈസ ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഞാൻ വീണു പോകാൻ മാത്രം ഇതില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമില്ല.
ഇതെന്ന് വെച്ചാൽ ഞാൻ 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ച് അഥവാ പോയില്ലെങ്കിൽ ഇതിപ്പോൾ കുടുങ്ങി കിടക്കുകയാണ്. തിരിച്ച് കിട്ടുവാണെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷേ അതല്ലെങ്കിൽ അഥവാ ഇത് കിട്ടൂല എന്നുള്ള അവസ്ഥയാണെങ്കിൽ കുടുങ്ങി കിടക്കും ഫോറവർ ഇത് കുടുങ്ങി കിടക്കുക എന്നുള്ള അവസ്ഥയാണെങ്കിൽ മോനെ 3-4 മാസം 2 മാക്സിമം ഒരു 6 മാസം അതിനുള്ളിൽ എനിക്ക് ഇത് നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് അവിടെ ഇരുന്ന് സന്തോഷിക്കേണ്ട കാര്യമില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണമെന്നെല്ലാം പറഞ്ഞിട്ട് കുറേ മുത്തേ അങ്ങനെ മൊത്തത്തിൽ ഞാൻ മൂഞ്ചീരം കിട്ടില്ല. ഞാൻ ഒന്നെങ്കിൽ ഇത് കിക്കിലേക്കാരെ തിരിച്ചു പോകും. കിക്കിൽ എന്താ മറ്റേ ബിഗ് ബോസിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത് ഞാൻ എങ്ങനെ ഫിക്സ് ചെയ്ത് തിരിച്ച് ഞാൻ കിക്കിലേക്ക് കയറും. അല്ലെങ്കിൽ എന്താ ഇത്രയും കാലം ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്, ഇങ്ങനെ ലൈനായിട്ട് കിടക്കുന്നുണ്ട്. കുറേ ബ്രാൻഡിൻ്റെ കൊളാബ്സ് പ്രൊമോഷൻസ് മറ്റേ കുറേ ബ്രാൻഡ് ഡീൽസ് അവിടെ കിടക്കുന്നുണ്ട്. എല്ലാം അങ്ങ് ഒന്നിച്ച് ഞാൻ എടുക്കും. മനസ്സിലാ? ഒരു ബ്രാൻഡിൽ നിന്ന് 2-3 ലക്ഷം വെച്ച് കിട്ടിയാൽ തന്നെ ഞാൻ എനിക്കൊരു 3-4 മാസം കൊണ്ട് തിരിച്ച് പിടിക്കാം. ഓക്കെ, ഇല്ല അങ്ങനെയൊന്നും ആവില്ല എന്ന് തോന്നുന്നു. ഓൻ്റെ അലാക്കിൻ്റെ ചൈനീസ് കോയിൻ, ആഫ്രിക്കൻ കോയിൻ വല്ല ബിറ്റ് കോയിനിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാനും. ഇത് വലിയ അത്യാഗ്രഹം മുത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചതെന്ന്, മരമണ്ടത്തരം ഞാൻ കാണിച്ചതെന്ന്. ഇത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് മൊത്തം പഠിക്കുക, നല്ലോണം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇറങ്ങിക്കോട്ടാ മോനെ. ഞാൻ കാര്യം പറയാലോ. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയടാ. ഡിസ്കോഡ് റിയാക്ട് ഞാനിതാ ഇവിടെ ഇരുന്ന് ഡിസ്കോഡ് റിയാക്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഇന്ന് ലൈവ് ചെയ്യാം. ഇന്ന് ചില്ലായിട്ട് ഇരുന്നിട്ട് ഞാൻ ചിരിച്ചോണ്ട് ലൈവ് ചെയ്യാടാ. ഡിസ്കോഡ് റിയാക്ട് ചെയ്യാം. കോമഡി കണ്ട് ചിരിക്കാം ഞാൻ ഇവിടെ ഇരുന്നിട്ട്. എന്താ ഉള്ളത് കോമഡി? ഓക്കെ, അപ്പൊ അത് തൊപ്പിയുടെ വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ്. കാര്യം ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ തൊപ്പിയുടെ ആ റവന്യൂ പറഞ്ഞ ടൈമിനകത്ത് തന്നെ തൊപ്പി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ലൈവിൽ നിന്ന് തൊപ്പിക്ക് ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് കിട്ടും എന്നുള്ള രീതിക്കൊക്കെയാണ് അതായത് ഒരു ദിവസം 1 ലക്ഷത്തിന് മുകളിൽ കിട്ടുന്ന അത്രയും ഫണ്ട് തൊപ്പിക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഈ കിക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിനകത്ത്. ഇപ്പൊ തൊപ്പി യൂട്യൂബിനകത്ത് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്നൊന്നും കിട്ടുള്ള കോപ്പി റൈറ്റിന്റെ സീനും കാര്യങ്ങളൊക്കെ കാരണം. പക്ഷേ ഈ കിക്കിനകത്തേക്ക് തൊപ്പി തിരിച്ചു പോയി കഴിഞ്ഞാൽ തൊപ്പിക്ക് ഈ പറഞ്ഞ കാശൊക്കെ ഉണ്ടാക്കാവുന്നതുള്ളൂ എന്നുള്ള ഒരു സാധനം കോപ്പിക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ തൊപ്പിനെ കളിയാക്കുന്നവരങ്ങോട്ട് ഭയങ്കര അങ്ങ് അട്ടഹസിച്ചിരിക്കൊന്നും വേണ്ട. ഇപ്പൊ എന്തെങ്കിലൊക്കെ ഇതേപോലെ സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറ്റേഴ്സ് അവർക്ക് സന്തോഷമാവുന്ന ഒരു സംഭവമായിരിക്കും ഇത്. പക്ഷെ തൊപ്പി ഈ ഒരു കണക്കൊക്കെ പറഞ്ഞത് വെച്ചിട്ട് അതായത് ഏകദേശം 4 മാസം ലൈവ് ചെയ്താ ഇത് ചെയ്യാന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോക്കണമെങ്കിൽ ഒരു ലൈവ് ചെയ്യുന്ന തൊപ്പിക്ക് ഒരു ദിവസം 1 ലക്ഷം രൂപ വെച്ച് കണക്ക് കൂട്ടി നോക്കുക. അപ്പൊ 1 ലക്ഷം രൂപ വെച്ച് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ അത് 1 മാസം ആകുമ്പോഴത്തേക്കും തൊപ്പിക്ക് ഏകദേശം 30 ലക്ഷം കിട്ടും. അപ്പൊ അതൊരു 4 മാസം ആകുമ്പോഴത്തേക്കും തൊപ്പിക്ക് ഏകദേശം ഒരു പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടിയുടെ മുകളില് തൊപ്പിക്ക് മിക്കവാറും നഷ്ടമുണ്ടായേക്കണം. അങ്ങനെ തൊപ്പി എവിടെയും ഡിജിറ്റ് പറയുന്നില്ല എത്രത്തോളം ഉണ്ടാകും. പക്ഷെ എങ്ങനെ നോക്കിയാലും ഒരു 1 കോടി അതിന് പ്ലസ് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ തൊപ്പിയുടെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പഠിച്ചിട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലുള്ള പണികൾ കിട്ടും. തൊപ്പി അതിന് വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. പക്ഷെ തൊപ്പിക്ക് ഈ പോയ കാശ് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നും പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊപ്പി ചെയ്തു, തൊപ്പിയുടെ കാശ് പോയിട്ട് തൊപ്പി കൂളായിട്ടിരുന്നു. കാര്യം എന്താ? തൊപ്പിക്ക് അതിനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തൊപ്പിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് തൊപ്പി അങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അതിപ്പോ പലരാണെങ്കിലും ക്രിപ്റ്റോനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരാണെങ്കിലും ഒരു മിഡിൽ ക്ലാസ് വൈബിനകത്തുള്ള ആൾക്കാരൊക്കെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ആ കാശെല്ലാം പോയ കാശെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. തിരിച്ചു പിടിക്കാൻ പറ്റുവാന്ന് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്കൊക്കെ നിൽക്കുന്നിരിക്കുക. അല്ലാണ്ട് ഈ പരിപാടിക്കൊന്നും നിൽക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ക്രിപ്റ്റോ അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്നും പറഞ്ഞ് ക്രിപ്റ്റോ ഒക്കെ ചിലപ്പോൾ ഭാവിനകത്ത് ലീഗലായി വന്നേക്കാം. ഇപ്പൊ ക്രിപ്റ്റോ കൊടുത്ത് നമുക്കൊരു സാധനം ഒന്നും മേടിക്കാൻ പറ്റില്ല. ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതെന്നെല്ലാം വീഡിയോയുടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും അടുത്തിട്ട് ഞാൻ എന്തൊക്കെ പറയണേ എൻ്റെ തൊണ്ടയൊക്കെ പോയി കിടക്കണതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ എനിക്ക് ഒരു കാര്യം 1 മിനിറ്റും കൂടെ എനിക്കൊരു സംഭവം പറയണ്ട. അതായത് ഈ തൊപ്പിയുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചിലന്മാർക്ക് ഒരു പ്രത്യേക തരം ഒരു കടിയുണ്ട്. അതായത് നീ എന്തിനാണ് തൊപ്പിയുടെ വീഡിയോ ചെയ്യുന്നത്, നീ തൊപ്പിയുടെ വിറ്റ് ജീവിക്കുന്നല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് വലിയ ഒരു ഡയലോഗ് ചിലവന്മാർ അടിച്ചിട്ട് വരും. എനിക്ക് അവന്മാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നീയൊക്കെ ഈ സാധനം മുഴുവൻ കുത്തിയിരുന്ന് കാണും. ഇവിടം വരെ കണ്ട ഈ ചില ഈ
അവന്മാരുണ്ട് അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന ചിലവന്മാരുണ്ട്. അവന്മാരെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് മുഴുവൻ ഇരുന്ന് കാണുകയും ചെയ്യും. എന്നിട്ട് ഉമ്മാര് വന്ന് കുറ്റവും പറയും. ഈ തൊപ്പിയുടെ വീഡിയോ ഇട്ടാലായിരിക്കും ഉമ്മാരൊക്കെ വന്ന് കാണുന്നത്. എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാര് വന്നിട്ട് പറയും ഈ തൊപ്പിയുടെ വീഡിയോ ഒക്കെ എന്തിനാ നീ എടുത്ത് ചെയ്യുന്നതെന്ന് വന്നിട്ടുള്ള കമന്റും. ഇവന്മാർ ഇതൊക്കെ ഇട്ടിട്ട് കാണാനും പറ്റുന്നുള്ളതാണ് വേറൊരു കോമഡി. അപ്പൊ എനിക്ക് എത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പിള്ളേർക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സീ യു.